ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നീ ഇപ്പോൾ ഏത് അവസ്ഥയിലാണെങ്കിലും ഇന്ന് ദൈവം നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. കർത്താവ് നിന്റെ മധ്യേ ഇരിക്കുന്നു. നീ ഇനി തിന്മ കാണുകയില്ല. ഈ വചനം നിന്റെ ജീവിതം മുഴുവനായി മാറ്റാൻ പോകുന്നു. ഈ വീഡിയോ മുഴുവനായി കാണുമ്പോൾ നിനക്ക് അതിനുള്ള ഉറപ്പ് ലഭിക്കും. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നിരാശപ്പെടാറുണ്ട്. നമുക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ? എൻ്റെ പ്രാർത്ഥന വെറുതെയായി പോകുന്നു, എൻ്റെ വിശ്വാസം വെറുതെയായി പോകുന്നു എന്ന്. എത്ര നന്മ ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത്രയും വേദന വരാൻ എന്താണ് കാരണമെന്ന് പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള നിരാശയിൽ വീണു പോകാറുണ്ട്. എന്നാൽ ഇന്ന് ദൈവം നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിന്നെ ഒരിക്കലും കൈവിട്ടിട്ടില്ല. ഞാൻ നിൻ്റെ മധ്യേ തന്നെയുണ്ട്. കർത്താവ് നിൻ്റെ മധ്യേ ഇരിക്കുന്നു എന്നുള്ളത് വെറും വാക്കു മാത്രമല്ല, നിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നടക്കാനുള്ള ഒരു വലിയ വാഗ്ദാനമാണ്. ദൈവം ദൂരത്തു നിന്നല്ല നിന്നെ നോക്കുന്നത്. നിൻ്റെ പ്രശ്നം എന്തായാലും നിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം നിനക്കൊപ്പം നടക്കുന്നു. നീ കരഞ്ഞപ്പോൾ അവൻ നിൻ്റെ കണ്ണുനീർ കണ്ടു. നീ തകർന്നപ്പോൾ അവൻ നിന്നെ പിടിച്ചു നിർത്തി. ഇന്ന് നിനക്കായുള്ള വാഗ്ദാനം, ഇനി നീ തിന്മ കാണുകയില്ല. ഇത് നിൻ്റെ ഭാവിയുടെ പ്രഖ്യാപനം ആണ്. നിൻ്റെ കഷ്ടങ്ങൾ അവസാനിക്കും. നിൻ്റെ വേദന മാറും. നിൻ്റെ ജീവിതം പുതിയത് ആകും. നീ ഇപ്പോൾ തോറ്റുപോയി എന്ന് തോന്നുന്ന ഇടത്ത്, എല്ലാം തകർന്നു പോയി എന്ന് തോന്നുന്ന ഇടത്ത് വചനം പറയുന്നു, നിന്നോടൊപ്പം ദൈവം ആയിരിക്കുന്നു. ഈ നിമിഷം മുതൽ നീ വിശ്വസിക്കുക, നിൻ്റെ മധ്യേ ദൈവം ഉണ്ട്. നീ ഒരു പ്രശ്നത്തിലും നീ ഒറ്റയ്ക്കല്ല. നിൻ്റെ മധ്യേ ദൈവം ഉണ്ട്. നിൻ്റെ എല്ലാ പ്രവൃത്തിമേലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട്. വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി അവിടുന്ന് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. വചനത്തിൽ നമ്മൾ ഇന്ന് കേട്ടതുപോലെ കർത്താവ് ഞങ്ങളുടെ മധ്യേ ഇരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളിനി തിന്മ കാണില്ല എന്ന് ഞങ്ങൾ അവിടുന്ന് മനസ്സിലാക്കുന്നു. ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന ഓരോ സഹോദരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നന്മയ്ക്കായിട്ടുള്ള അടയാളം അവരുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ആയുസ്സും ആരോഗ്യവും നന്മയും കരുണയും എല്ലാം അവിടുന്ന് നൽകണമേ. വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം സ്വർഗം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഭാവി ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ബുദ്ധിമുട്ടുകളെ അവിടുന്ന് മാറ്റണമേ. അവരുടെ ജീവിതത്തെ വലിയൊരു അത്ഭുതമാക്കി മാറ്റണമേ. അനുഗ്രഹം അവിടുന്ന് ചൊരിയണമേ. ചോദിച്ച കാര്യങ്ങൾ ചുരുക്കമെങ്കിലും ധാരാളം നന്മകളാൽ അവിടുന്ന് തന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ.